കൊച്ചെ ഫോൺ വാങ്ങുന്നത് വരെ മിണ്ടാതിരുന്നോണം കേട്ടല്ലോ. മമ്മി നല്ല ഫോൺ നോക്കി വാങ്ങിച്ചോളും. പിന്നെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞേ ബഹളം ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. ഇല്ല മമ്മി, ഉറപ്പല്ലേ? പ്രോമിസ്. ഹലോ മേഡം, എന്താണ് വേണ്ടത്? ഒരു ചെറിയ ഫോൺ വേണമായിരുന്നേ. നോക്കിയയുടെ ഉണ്ട്, മോട്ടോറോള ഉണ്ട്, ചൈനീസ് ഫോൺസ് ഉണ്ട്. നോക്കിയാ മതി, കോൾ ചെയ്യാൻ മാത്രമായിട്ടുള്ളത് മതി. അല്ല നീതുമോക്ക് പാട്ട് കേൾക്കാനുള്ള ഫോൺ വേണം. മിണ്ടാതിരി കൊച്ചേ. മേഡം FM റേഡിയോ വരുന്ന നോക്കിയയുടെ ഫോൺ ഉണ്ട്, എടുക്കട്ടെ? നീതുമോക്ക് ഗെയിമും കളിക്കണം. ഗെയിം കളിക്കാനാണെങ്കിൽ നോക്കിയ 3110 ഒരു നല്ല ഫോണാണ് മേഡം. പക്ഷെ കുറച്ച് പൈസ കൂടി ഇട്ടാലും നോക്കിയ 2700 എടുക്കുന്നതായിരിക്കും ലാഭം. ക്യാമറയും വീഡിയോ റെക്കോർഡിംഗും മെമ്മറി കാർഡ് ഇടാനും ഒക്കെ 3110 2700 ആണ് നല്ലത്. ആണല്ലേ? തൽക്കാലം ക്യാമറ ഫോൺ ഒന്നും വേണ്ട കേട്ടോ. നീതുമോക്ക് ക്യാമറ ഫോൺ തന്നെ വേണം മമ്മി. മിണ്ടാതിരി കൊച്ചേ. നോക്കിയ 2700 ബെസ്റ്റ് ഓപ്ഷൻ ആണ് മേഡം. നീതുമോക്ക് അത് മതി മമ്മി. ആ കരയണ്ട, എന്നാ പിന്നെ അതങ്ങ് എടുത്തേക്ക് കേട്ടോ. ചേച്ചി ഫോണിന്റെ സൈഡിൽ തൂക്കുന്ന വള്ളി ഉണ്ടോ? നീതുമോക്ക് കറക്കാനാ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. അവളുടെ സൈഡിൽ തൂക്കുന്ന വള്ളി നീ വീട്ടിലോട്ട് വാ, നിനക്ക് ശരിയാക്കി തരുന്നുണ്ട്. ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കേ. ഫസ്റ്റ് ബെഞ്ച് ചെയ്ത് തന്നെ തുടങ്ങിക്കോ. നീതുമോൾ. നീതുമോൾ കൊള്ളാം, നല്ല ക്യൂട്ട് പേരാട്ടോ. താങ്ക് യു മിസ്സേ. അടുത്തയാള് പറ. അമൃത. അമൃത, നല്ല പേര്. അടുത്തയാള് പിങ്കി, കൊള്ളാലോ, അതും ക്യൂട്ട് പേരാണല്ലോ. അടുത്തയാള് പറ. ബിജിൻ. വിപിൻ അല്ലേ? ബിജിൻ. ബിപിൻ. ബിപിൻ അല്ല മിസ്സേ, ബിജിൻ. ഓ വിജിൽ. ബിജിൽ അല്ല, ബിജിൻ. ഓ ബി ആണല്ലേ, ബിജിൽ അല്ലേ? മിസ്സേ ബിജിൻ, ബിജിൻ. ഓ ബി ആണല്ലേ, ബിജിൽ അല്ലേ? മിസ്സേ ബിജിൻ, BIJIN. ഓ ബിജിൻ, ബിജിൻ. ഓക്കെ. മര്യാദക്ക് പേര് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പേര് മനസ്സിലാക്കാനും പറ്റൂലേ? എടാ വിപിന് അസൈൻമെന്റ് എഴുതിയോടാ? എടി വിപിൻ അല്ലേടി, ബിജില്. എടി പോടി, ബിജിലല്ല വിജില്. ഓ ഈ തണ്ടികളെ കൊണ്ട് എനിക്ക് അവസരം കിട്ടും, രണ്ടിനും ശരിയാക്കി തരാം. സോറിടാ, സോറി വിജിലെ. വിജില് ക്ഷമിക്ക്. മല്ലിപ്പൂ വെച്ചു വെച്ചു വാടുതേ. हेलो चेचे, मेरे फोन पर नेट तेजी से चल रहा है क्या? इसके आसपास कोई रास्ता है? ഓ പിന്നെ ബംഗാളി. ക്യാ പ്രോബ്ലം ഹേ ഹോ? मेरे फोन पर नेट ज्यादा चल रहा है, कुछ करना है? തെരിയാത്. അയ്യോ തമിഴ്. നഹി നഹി. वाह कुछ हो। क्या आप रिचार्ज करोगे? റീചാർജ്. हाँ, നമ്പർ ബോൾ. 800000। 00യോ? എന്തേലും ആവട്ടെ. 129 rupees. ठीक है, मेरे पास यहाँ 10 रुपए हैं, बस इसे ले लो और बाकी दे दो. ക്യാ? मेरे पास 10 रुपीस है. ഓ 10 രൂപ അങ്ങോട്ട് കൊടുക്കാനായിരിക്കും. ഈ അച്ഛനെന്തിനാ കടം പറയുന്നേ? ഇന്നാ 10 രൂപ. नहीं नहीं, मुझे इसे वही देने हैं. തും മേരാ തരാൻ. हाँ, അങ്ങനെ പറ. मुझे अपने पिता को बताना होगा कि मैंने उन्हें पैसे दिए. ടീക്കെ പൊക്കോ. ഇങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ എന്റെ അച്ഛന്റെ കട പൂട്ടും. എല്ലാരും എന്താ ഇങ്ങനെ കുന്ത പിടിക്കിയ പോലെ ഇരിക്കുന്നേ? നോട്ട് എടുത്ത് വെക്ക്. മെസ്സ എന്ന ഗ്രൂപ്പ് ഡിസ്കഷനാ പറഞ്ഞത്. ഓ അതിന്നാണോ? എന്നാലേ പിന്നെ സമയം കളയാതെ എല്ലാരും ഗ്രൂപ്പായിട്ട് ഇരുന്ന് പ്രൊജക്ട് ചെയ്യ്. എടേ അങ്ങനെ ഈ പീരീഡ് ഫ്രീ ആയടേ. ഓ ഭാഗ്യം. എടേ എല്ലാരും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ കൂടിയില്ലെങ്കിൽ ഞാൻ മിസ്സിനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. എടി നീ അവളെ ഒന്ന് പൊക്കി പറ, അപ്പൊ അവള് തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം ചെയ്തോളും. നമുക്ക് എന്നിട്ട് അന്താക്ഷരി കളിക്കാം. സെറ്റ്. എടേ പെങ്കി, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി നിനക്കല്ലേടി. നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് എഴുത, നിനക്ക് പറ്റും. അത് ശരിയാ. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആലോചിക്കട്ടെ. ഗുഡ് ഗേൾ പിങ്കി മോൾ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എടി മിഷൻ സക്സസ്. ബൈ. ഇനി അന്താക്ഷരി കളിക്കാം. ഓ അന്താക്ഷരി മടുത്ത്. ഇനി പ്രേതകഥ പറ. എന്റെ നാട്ടിൽ നടന്ന ഒരു കഥയുണ്ട്. നിങ്ങളിവിടെ എന്നെ കൂട്ടാതെ പ്രേതകഥ പറയോ അല്ലേ? ഞാൻ പറയും മിസ്സിനോട്, നിങ്ങൾ ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലെന്ന്. എടി അവളെ പൊക്കി പറ. എന്റെ പിങ്കി മോളെ, നീയല്ലേ നമ്മുടെ ക്ലാസ്സിലെ നമ്പർ 1. പിങ്കി മോളുടെ പ്രൊജക്ട് വേണം മറ്റുള്ളവരുടെ ഗ്രൂപ്പിലേക്കാളും അടിപൊളിയാവാൻ. പിന്നല്ല, അത് ഞാൻ ഏറ്റു. നിങ്ങൾ കഥ പറഞ്ഞു, ഞാൻ ബാക്കിയോടെ എഴുതട്ടെ. എന്റെ പൊന്നോ, ഇതുപോലൊരു മണ്ടി. മോളെ ഇങ്ങി വന്നേടി. എന്താ അമ്മേ? ഇങ്ങി വാ. വന്ന് ഈ കറിക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കിക്കേ. നോക്കാം. നോക്കിക്കേ ഉപ്പ് കൂടി പോയോന്ന്. ഇട്ടപ്പോ കൂടി പോയോന്നൊരു ഡൗട്ട്. നോക്കട്ടെ. ചൂടുണ്ടേ നോക്കണേ. നമ്മള് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അവരൊക്കെ വന്നതല്ലേ, അവർക്കൊക്കെ കറി ഇഷ്ടപ്പെടണ്ടേ. ഉപ്പൊക്കെ ഉണ്ടോ? ഉപ്പൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാ കൂടുതലാണോന്ന് ചോദിച്ചാ കുറവാണോന്ന് ചോദിച്ചാ ചേട്ടാ എന്തേലും ഒന്ന് പറ. എരിവ് നല്ലോണം ഉണ്ടോ? എരിവുണ്ടോന്ന് ചോദിച്ചാ എരിവും പുളിയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചാ നല്ല ആളെയാ ഞാൻ രുചി നോക്കാൻ വിളിച്ചത്. ഉപ്പ് നോക്കാൻ പറഞ്ഞൂടാ, ഒരു തേങ്ങ നോക്കാൻ അറിഞ്ഞൂടാ. ഇതിനൊക്കെ എന്നാ ചെയ്യാനാന്ന് പറയണേ. അമ്മേ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ വലിയ കണ്ടുപിടുത്തം. പോയടി അവിടുന്ന്. മുഖത്തൊരു കുരു വന്നല്ലോ. ഞാൻ എന്തൊക്കെ തേച്ചാ കെയർ ചെയ്തേ, എന്നിട്ട് നീ വന്നോ? പിന്നല്ല. ഒരു കുരു മാത്രല്ലേ ഉള്ളൂ, അതങ്ങ് പൊട്ടിച്ചേക്കാം. അയ്യോ വേണ്ട, പൊട്ടിക്കല്ലേ പ്ലീസ്, വേണ്ട. ഓക്കെ പെർഫെക്റ്റ്. എന്നാ ഞാൻ തൊട്ടിപ്പുറം പുനർജനിക്കുമല്ലോ. 2-3 ദിവസം കഴിഞ്ഞ് എന്റെ ഫ്രണ്ട്സും കൂടി വരുമല്ലോ. ഡിങ്ക. നെക്സ്റ്റ് ഡേ. ഹായ് മോളു. പൊട്ടിക്കണ്ടായിരുന്നു.
ഇനി ആരെങ്കിലും ഇവിടെ വന്ന് നിന്നൊരു പാട്ട് പാടിക്കേ. ടീച്ചറെ പെങ്കി നന്നായിട്ട് പാട്ട് പാടും. പിങ്കി സൂപ്പർ പാട്ടുകാരിയാ ടീച്ചറെ. ഇല്ല ടീച്ചറെ, ഞാൻ പാട്ടൊന്നും പാടത്തില്ല, ഇവര് ചുമ്മാ പറയുന്നയാ. നീതുമോൾ എന്താ ഒന്നും മിണ്ടാത്തെ? അവൾ ആരോടും മിണ്ടത്തില്ല ടീച്ചറെ, ഭയങ്കര നാണക്കാരിയാ. ആണോ? അതെന്താ നീതുമോൾ ആരോടും മിണ്ടാത്തെ? അവള് ഭയങ്കര പാവാ ടീച്ചറെ. ടീച്ചർ അവളൊരു മിണ്ടാ പൂച്ചയോ? ഞങ്ങളോടൊന്നും തീരെ മിണ്ടാറില്ല. ഈ ക്ലാസ്സിൽ ഏറ്റവും പാവാ അവളാ ടീച്ചറെ. അച്ചോടാ, എല്ലാവരോടും മിണ്ടണം കേട്ടോ നീതുമോളെ. മിണ്ടാതിരിക്കല് കേട്ടോ. മിണ്ടാൻ ടീച്ചറെ. നീ എന്തിനാടി എന്റെ ബുക്കിൽ വരച്ചിട്ടെ? ഇനി വരയ്ക്കോ നീ? അറിയാതെ വരച്ചതാടി, നുള്ളല്ലേ. ഇനി എന്റെ ബുക്കിൽ വരച്ചിട്ടാ നിന്നെ ഞാൻ തുപ്പും, പടിക്കും തേണ്ടിപ്പട്ടി. അയ്യോ, ഇത് ഞാൻ എന്തായാലും ടീച്ചറിനോട് പറയും. നീ പറയുവോടി? ഇല്ല ടീച്ചറെ, നീതുമോൾ ഇന്നെ കൊറേ നുള്ളി ടീച്ചറെ. നീതുമോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവളൊരു പാവം കൊച്ചാ. നീ കള്ളം പറയുന്നല്ലേ? അല്ല ടീച്ചറെ, ഇവിടെ നുള്ളിയായിരുന്നു. നീതുമോൾ അങ്ങനെ ചെയ്യുവോ പിള്ളേരെ? എല്ലാ മിസ്സേ, അവള് പാവാ. അവളങ്ങനെയൊന്നും ചെയ്യൂല ടീച്ചറെ. കണ്ടോ അമൃത, ഇനി കള്ളം പറയരുത് കേട്ടോ, അടി തരും പറഞ്ഞേക്കാം. എടി കള്ളി. ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ്. അമ്മേ, ഇന്ന് രാത്രി എന്താ കഴിക്കാനുള്ളേ? രാത്രി എന്താ കഴിക്കാനുള്ളതെന്ന് നീ കണ്ടതല്ലേ? ഉച്ചക്ക് നീ കഴിച്ചു തന്നെ ഇവിടെ രാത്രി കഴിക്കാനുള്ളത്, അല്ലാതെ പിന്നെ എന്തുവാ? ആണോ? എന്താ നീ അങ്ങനെ ചോദിക്കുന്നേ? രാത്രി നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? അമ്മേ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അൽഫാം ഓർഡർ ചെയ്താലോ? കണ്ടോ തുടങ്ങി അവൾക്ക് ഇവിടെ വെക്കുന്ന ഭക്ഷണം ഒന്നും പോരാഞ്ഞിട്ടാ ചുമ്മാ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങി തിന്നുന്നത്. ഇപ്രാവശ്യം കൂടി മാത്രം അമ്മേ പ്ലീസ്. ഇന്നാൾ കൂടി അല്ലേ നീ ഇതേപോലെ പറഞ്ഞ് വാങ്ങിച്ചു കഴിച്ചത്? പൈസ അങ്ങ് കണ്ടത് മറിച്ച് ഒക്കെ വാങ്ങി അങ്ങ് തീർക്കുവാ. എന്നാ വേണ്ട. പക്ഷെ എന്തൊരു കഷ്ടമാ നോക്കണേ. നീ എന്തോ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നില്ലേടി? അമ്മയല്ലേ പറഞ്ഞ് വാങ്ങണ്ടെന്ന്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് വാങ്ങുവച്ചേ. ഇവിടെയുള്ള ചോറും കറിയും നീ കഴിക്കുവോ? ഇല്ല. എന്നാ ഓർഡർ ചെയ്യട്ടെ? എന്നോടാണോ ചോദിക്കുന്നത്? നിനക്കല്ലായിരുന്നു ആഗ്രഹം. എന്താന്ന് വെച്ചാ ചെയ്യ, എന്നോട് ചോദിക്കണ്ട. താങ്ക് യു മമ്മി. എനിക്ക് വയ്യ. എന്തുവാടി വാങ്ങിയേ? അൽഫാമും കുബൂസും. കുറച്ച് എനിക്ക് കൊടുത്തോ? അമ്മയ്ക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞേ? വേണ്ടാന്ന് പറഞ്ഞാ ഇത് മൊത്തം നീ അങ്ങ് കഴിക്കുവോ? കുറച്ച് ഇങ്ങോട്ട് ഇട്. കഷ്ണം ചെറുതായി പോയി അല്ലയോ? അത് ശരി. എടാ, ഞാനിവിടെ ഡാഡിയുടെ ഷോപ്പ് വരെ വന്നിരിക്കേട്ടോ. ഡാഡിയെ അക്കൗണ്ട്സിൽ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. എന്തായാലും വീട് ഇത്ര ദൂരെ ആയിരുന്നു നന്നായി. കുറച്ച് തള്ളിയാലും ആരും അറിയില്ലല്ലോ. ഈ അപ്പന് വല്ല സ്വർണ്ണ കടയോ ബ്യൂട്ടി ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പോ വല്ലതും തുടങ്ങിയാ പോരായിരുന്നോ? ഇത് കുറെ അരിയും പച്ചക്കറിയും ഓണക്ക വെണ്ടക്കയൊക്കെ. ആന്റിയാ? ആന്റി നിന്റെ 1/2 കിലോ പഞ്ചസാര വേണം. ഓ, പഞ്ചസാര എടുത്ത് കൊടുക്കലൊക്കെ മെനക്കേടാ. കവർ എടുക്കണം, അതിലോട്ട് പഞ്ചസാര ഇടണം, അളവ് നോക്കണം, പൊതിഞ്ഞു കൊടുക്കണം. അയ്യോ, ഓർക്കാൻ തന്നെ വയ്യ. പഞ്ചസാര ഇല്ല കൊച്ചെ, തീർന്ന്. എന്നാ ക്രീം ബിക്കറ്റ് വേണം. അതും തീർന്ന്. എന്നെ ആന്റിന്ന് വിളിച്ചതല്ലേ, നിനക്ക് ഒരു കുന്തം ഇവിടുന്ന് തരത്തില്ല. അല്ല പിന്നെ ക്രീം ബിക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അതെ, ഷോയ്ക്ക് വെച്ചേക്കുന്നതാ. തിന്നാൻ പറ്റത്തില്ല, പ്ലാസ്റ്റിക്. ഓ, പോയോ? 20 വയസ്സ് മാത്രമുള്ള വാവയായ എന്നെ ആന്റിന്ന് പോലും അഹങ്കാരി. ആ കൊച്ചെന്തിനാ മോളെ വന്നേ? അതെ അപ്പ 500 രൂപയ്ക്ക് ചില്ലറ വേണോന്ന്. ഞാൻ കൊടുത്തില്ല. ഓ, അതിനാണോ? വേണ്ട കൊടുക്കണ്ട. ഡാഡി, അപ്പൊ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ 200 രൂപ എടുക്കുവാണ്. അപ്പൊ ഓക്കെ, ബൈ. ഷടാ. ഇന്ന് ആരാ രാവിലെ ക്ലാസ്സിൽ വരാൻ വൈകിയേ? മിസ്, അത് നീതുമോളാ. എന്താ നീതുമോള് വരാൻ വൈകിയത്? മിസ്, അത് ബസ് കിട്ടിയില്ല. നാളെ ഫൈൻ അടച്ചിട്ട് ക്ലാസ് കയറിയാൽ മതി കേട്ടോ. ശരി മിസ്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ക്ലാസ്സിനെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആരാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാത്തത് വേസ്റ്റിൽ കൊണ്ടിടുന്നേ? മിസ്, അത് കണ്ണാപ്പിയാ. കണ്ണാപ്പി നാളെ വരുമ്പോ ഫൈൻ അടയ്ക്കണം കേട്ടോ. മിസ്, ഞാൻ മാത്രമല്ല ഭക്ഷണം കളയുന്നത്, ഈ ക്ലാസ്സിലുള്ള എല്ലാരും കളയുന്നുണ്ട്. പിങ്കിയും കളയുന്നുണ്ട്. മിസ്, ഇതേ പിയോൺ ചേട്ടൻ വിളിക്കുന്നത്. ഒരു അറിയിപ്പുണ്ട്. ഇതുവരെയും ഫീസ് അടയ്ക്കാത്തവരുണ്ടെങ്കിൽ ഈ ആഴ്ചക്കകം ഫീസും അതിന്റെ കൂടെ എക്സ്ട്രാ ഫൈനും അടയ്ക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് കേട്ടല്ലോ. ഇതെന്നാടി ഫൈൻ അടയ്ക്കാൻ വേണ്ടി മാത്രമുള്ള സ്കൂളോ? മിസ്, അമൃതയുടെ ഡ്രസ്സിങ്. ആഹാ, അമൃതയുടെ ഡ്രസ്സ് ഞാൻ ഇപ്പോഴാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഈ ഡ്രസ്സിലാണോ സ്കൂളിലോട്ട് വരേണ്ടത്? നാളെ തന്നെ ഫൈൻ കൊണ്ടുവരണം കേട്ടല്ലോ. ശരി മിസ്സേ. എടിയാ പിങ്കിയെ പറഞ്ഞു കൊടുത്തേ. കള്ളി. പിങ്കിയുടെ ഹെയർ സ്റ്റൈൽ എന്താ ഇങ്ങനെ? ഈ ഹെയർ സ്റ്റൈൽ ആണ് ഈ സ്കൂളിലോട്ട് വരേണ്ടത്. നാളെ ഫൈൻ ആയിട്ട് വന്നാ മതി കേട്ടല്ലോ. സോറി മിസ്സേ. ആഹാ, അടിപൊളി. ഇപ്പോഴാ സന്തോഷമായത്. പിന്നല്ല.